വിചാരിക്കുന്നു. ഇപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ നാട്ടിലായതുകൊണ്ടാണ് കേട്ടോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ വ്ളോഗുകൾ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്മസ് വരവായി. അപ്പോൾ ക്രിസ്മസിന് മുമ്പായി 2-3 റെസിപ്പീസ് എങ്കിലും ഇടണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നൊരു ടാർട്ടാണ്, ഒരു പോർച്ചുഗീസ് എഗ് ടാർട്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഒരു സ്ട്രോബെറി ടാർട്ട് കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രോബെറി ടാർട്ട് എന്ന് പറയുമ്പോൾ അതിൽ ജാമുണ്ട്. അപ്പോൾ ജാം എന്ന് പറയുമ്പോൾ അതിൽ സ്ട്രോബെറി ജാം ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടാർട്ടിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അല്പം സിനമൺ പൗഡറും കൂടി ജാമിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും നമ്മുടെ എഗ് ടാർട്ടും അതുപോലെ തന്നെ സ്ട്രോബെറി ടാർട്ടും തയ്യാറാക്കി നോക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ ടാർട്ട് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ രുചികരമായിട്ടുള്ള എഗ് ടാർട്ടും അതുപോലെ തന്നെ സ്ട്രോബെറി ടാർട്ടും എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ബേസ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് നമുക്ക് 1 കപ്പ്, അതായത് 18 ടേബിൾ സ്പൂൺ 150 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പാണ്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ഇതുകൊണ്ട് ചേർത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അവസാനം എല്ലാം റെഡി ആയതിനു ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഉപ്പ് ചെറിയ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 30 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ. അൺസോൾട്ടഡ് ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ഉപ്പിന്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള, അതായത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബട്ടറാണ് 30 ഗ്രാം, അതായത് ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂണോളം വേണ്ടി വരും. അപ്പം ഇങ്ങനെ മുറിച്ചെടുത്തതാണ്. ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ 30 ഗ്രാം ഉണ്ട്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബട്ടർ കൈ വെച്ചിട്ട് ഈ ഫ്ലോറായിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിലോട്ട് കംപ്ലീറ്റ് അങ്ങ് അലിഞ്ഞ് ചേരണം ഈ ബട്ടർ. അപ്പോൾ നല്ല തണുത്ത ബട്ടർ ആയിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ ഉരുക്കിയ ബട്ടർ ഒഴിക്കരുതേ. അപ്പം സാധാരണ ടാർട്ടും ഈ പോർച്ചുഗീസ് ടാർട്ടും നമ്മൾ വ്യത്യാസം എന്താ വെച്ചാൽ നമ്മളിത് ലെയേഴ്സ് ഉണ്ട്, നമ്മുടെ പഫ്സ് ഉണ്ടാക്കില്ലേ അതുപോലെയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഇതിപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പേസ്ട്രി ഷീറ്റ്സ് വാങ്ങിക്കാൻ കിട്ടില്ലേ, അത് വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കി കാണിച്ചിരുന്നു എന്ന് മാത്രം. കാരണം എല്ലാവർക്കും ഇപ്പോൾ പേസ്ട്രി ഷീറ്റ്സ് കിട്ടിയെന്ന് വരില്ലല്ലോ. പക്ഷെ ഇതന്നെ നല്ലത്. പേസ്ട്രി ഷീറ്റിനേക്കാളും എളുപ്പവും ടേസ്റ്റും ഇത് തന്നെ, നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ എല്ലാ ബട്ടറും ഇനി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ ആക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ ഒരു രീതി, കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. കുറേ ട്രൈ ചെയ്തതിൽ ഈ ഒരു റെസിപ്പിയാണ് എനിക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ട് വന്നത്. എനിക്ക് കിട്ടിയ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ, നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ്, അതായത് 60 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 4 ടേബിൾ സ്പൂൺ. എന്നിട്ട് കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം കൂടാനും പാടില്ല, അതേസമയം വെള്ളം കുറയാനും പാടില്ല. നന്നായി കുഴച്ചെടുത്ത് നോക്കട്ടെ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 75 ml വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഇതുപോലെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. കുറച്ച് റഫായിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്താൻ വലിയ പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 75 ml ആണ് വെള്ളം ആവശ്യമായിട്ട് വന്നത്. നിങ്ങളത് മിക്സ് ചെയ്ത് നോക്കൂ, അപ്പോൾ മനസ്സിലാവും. ആദ്യം 60 ml ഒഴിക്കാം, 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് കുഴച്ച് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ 2-3 മിനിറ്റ് കുഴച്ചതിന് ശേഷം നമുക്കങ്ങ് ഫ്രിഡ്ജിൽ വെക്കണേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ കുറച്ച് നേരം അങ്ങ് വെക്കുക, ഒരു 10 മിനിറ്റോളം. വേഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ ഫ്രീസറിലാണ് വെക്കാറുള്ളത്. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം എടുക്കും. അപ്പോൾ നമ്മൾ പണി പെട്ടെന്ന് കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോളം ഫ്രീസറിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഫ്രീസറിൽ വെക്കുമ്പോൾ തുറന്ന് വെക്കരുതേ, ഒന്ന് ഫോയിൽ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ക്ലിംഗ് ടാപ്പ് കൊണ്ടോ ഒന്ന് കവർ ചെയ്തതിന് ശേഷം വെച്ചോളൂ. 5 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെക്കട്ടെ. ഫ്രീസറിൽ വെക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ട് വരും. ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ലോങ് പ്രോസസ്സായി കാണും, പക്ഷെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അത്. പിന്നെ ഞാൻ ചെറിയൊരു അളവിൽ കാണിക്കുന്നത്, ഒരു 12 പീസ് കിട്ടുന്ന രീതിയിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു അളവിൽ ചെയ്യുക. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരുമിച്ച് ഒരിക്കലും കുഴക്കില്ല, ഇതേപോലെ തന്നെ വീണ്ടും കുഴച്ച് വയ്ക്കും. അപ്പോൾ കുഴക്കാൻ എളുപ്പമായിരിക്കും, നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്യും, 2 ബാച്ച് ചെയ്യുകയാണെങ്കിൽ പോലും. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മൈദ അതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കുക. ഇതൊന്ന് പരത്തിയെടുക്കാം, കുറച്ചും കൂടെ വലുതാക്കിയിട്ട്. റോളിംഗ് പിന്നിലും കുറച്ച് മാവ് തടവാൻ മറക്കരുത്, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഒട്ടാതെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും നീളത്തിൽ അങ്ങ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്നറിയാമോ, ബട്ടറാണ്. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടർ, അതായത് ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിരിക്കുന്നത്, 50 ഗ്രാമേ. ഇതുപോലെ 4 പീസായിട്ട് അങ്ങ് മുറിക്കുക. എന്നിട്ട് നമുക്ക് ഇതങ്ങ് വെച്ചു കൊടുക്കാം.
ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ സംഭവം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എനിക്ക് എളുപ്പമായി തോന്നിയത്. ഒരുപാട് തണുപ്പുള്ള ബട്ടർ വേണ്ട, എന്നാലും നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബട്ടർ കേട്ടോ. ഒരുപാട് സോഫ്റ്റും അല്ല ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിലുള്ള ബട്ടർ 80 ഗ്രാമേ. എന്നിട്ട് നമുക്കിതങ്ങ് പതുക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു പകുതി ഭാഗം പുറത്തേക്ക് ഒരുപാട് കൊണ്ടുപോകണ്ട കേട്ടോ, അറ്റത്തേക്ക് ഒരുപാട് ആക്കണ്ട, കാരണം നമ്മളിത് പരത്തുന്ന സമയത്ത് പുറത്തേക്ക് പോവും. അപ്പം ഞാൻ ഏകദേശം ഈവനാക്കിയിട്ട് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതങ്ങ് മടക്കി വെച്ച് കൊടുക്കാം. പിന്നെ മടക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം, അതല്ലെങ്കിൽ ഒരു 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാം. നമുക്കിനി ഈ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ എഗ്ഗില്ലേ, എഗ്ഗിൻ്റെ കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം എഗ്ഗാണ്. അതിൽ നമുക്ക് വേണ്ടത് ഒരു മൊത്തത്തിലുള്ള മുട്ട വേണം, അതായത് എഗ് വൈറ്റും എഗ് യോക്കും മൊത്തത്തിൽ വേണം. പിന്നെ ബാക്കി 2 എണ്ണത്തിൻ്റെ എഗ് യോക്ക് മാത്രം മതി, മഞ്ഞക്കരു മാത്രം മതി, വെള്ള വേണ്ട കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു മുട്ട മൊത്തത്തിൽ പൊട്ടിച്ചിട്ട് കൊടുക്കാം. വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ് കേട്ടോ. ഇതിൻ്റെ മഞ്ഞ മാത്രം മതി കേട്ടോ, ഇതിൻ്റെ 2 എണ്ണത്തിന് ഇനി മഞ്ഞ മാത്രം മതി. രണ്ടാമത്തെ എഗ് യോക്ക്. അപ്പം ഇനി മുട്ടയുടെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് ഡിപ്പെൻസ് കേട്ടോ. എനിക്ക് ഒരുപാട് ഷുഗർ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ ഇടുന്നുള്ളൂ. അതേസമയം കുറച്ചും കൂടെ സ്വീറ്റ് ആണ് നിങ്ങൾക്ക് ടാർട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇടാം. അതേപോലെ തന്നെ കുറച്ച് ടീസ്പൂൺ വാനില എസൻസ്, ആ മുട്ടയുടെ കുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ട് ഇതങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലും അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമുമാണ്. നമുക്ക് 150 ml ആണ് വിപ്പിംഗ് ക്രീം വേണ്ടത്, അതുപോലെ തന്നെ 70 ml പാലും. അപ്പോൾ നമുക്ക് 150 ml വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ 70 ml പാലും കൂടെ ഒഴിക്കട്ടെ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ടാർട്ടിലേക്ക് ഒഴിക്കാനുള്ള എഗ് മിക്സ് കേട്ടോ. എന്നിട്ട് രുചിച്ച് നോക്കിക്കോളൂ. മധുരം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ ചേർത്തോളൂ, അല്ലെങ്കിൽ ഇത് മാത്രം മതിയാവും. അതുകൊണ്ട് നമുക്കിനി ഇത് അരിച്ചെടുക്കണേ. അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അതങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അതുകൊണ്ട് അവസാനം എല്ലാം റെഡി ആയതിനു ശേഷം മാത്രം ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ അങ്ങ് അടച്ചു വെക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് അങ്ങ് മൂടി അങ്ങ് വെച്ചാൽ മതി. അവസാനം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം അങ്ങ് പുറത്തെടുത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിത് വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. 2-3 പ്രാവശ്യം വേണമെങ്കിൽ പരത്താം, അല്ലെങ്കിൽ ഈ ഒരു പ്രാവശ്യത്തോടു കൂടി നിർത്താം കേട്ടോ. കൂടുതൽ ലെയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 2-3 പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ കുറച്ച് മാവ് തൂക്കി കൊടുത്തതിന് ശേഷം ഇത് മാക്സിമം ഒന്ന് പരത്തിയെടുക്കാം. ഓക്കെ, പപ്സിന് വേണ്ടി ചെയ്തില്ലേ, ഏകദേശം സെയിം പോലെയൊക്കെ തന്നെ, പക്ഷെ നന്നായിട്ട് വരുന്നുണ്ട് ഇത്. അപ്പോൾ ഇതേപോലെ മാക്സിമം ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വീണ്ടും ഒന്ന് മടക്കാം. ഒരു ബുക്ക് പോലെ മടക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും ഫ്രീസറിൽ 10 മിനിറ്റ് വെക്കാം. അടപ്പിന്റെ അടുത്തൊന്നും വെച്ച് പരത്തരുത്, കാരണം ഈ നമ്മൾ ഇതിൽ ഉള്ളിൽ വെച്ചിരിക്കുന്ന ബട്ടർ ഉണ്ടല്ലോ, മെൽറ്റായി പോകാതിരിക്കാനാണ് ഫ്രീസറിൽ വെക്കാൻ പറയുന്നത്. എന്നാലേ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ചൂട് കുറച്ച് അധികം സമയം പരത്തുമ്പോൾ തന്നെ ബട്ടർ ഇങ്ങനെ മെൽറ്റായിട്ട് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഫ്രീസറിൽ വെക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് ഫ്രീസറിൽ വെച്ചതിന് ശേഷം പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ഈ നീളത്തിൽ വലുതായിട്ട് പരത്താം കേട്ടോ. സാധാരണ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ടാർട്ടിന് ഇത്ര പ്രൊസീജിയർ ഇല്ല, ഇത്ര ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ കുഴച്ച് വയ്ക്കുക, പരത്തിയെടുക്കുക, അങ്ങനെയുള്ളൂ. ഇത് പോർച്ചുഗൽ സ്പെഷ്യൽ എഗ് ടാർട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത് കേട്ടോ. അതിനുള്ള നമ്മളിത് ചെയ്താലും അതിനുള്ള എന്താ പറയുക റിസൾട്ട് ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. പിന്നെ ചെറിയൊരു പോർഷൻ ഇതുപോലെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, കൈവേദനയൊന്നും ഉണ്ടാവില്ല. തണുപ്പ് പോകാൻ പാടില്ല, പെട്ടെന്ന് തന്നെ പരത്തുക. അപ്പോൾ അത് ഞാൻ മാക്സിമം വലുതാക്കി പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. ചെറിയതാക്കിയിട്ട് ഉരുട്ടി 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 സിലിണ്ടറിക്കൽ ഷേപ്പിലോട്ടൊന്ന് കൊണ്ടുവരണം. അങ്ങനെ എടുത്തല്ലോ. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. ഇങ്ങനത്തെ ടാർട്ടിൻ്റെ ചെറിയ മിനി ടാർട്ട് മോൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അവൈലബിൾ ആണ്, ഇതുപോലത്തെ അവൈലബിൾ ആണ്.
അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഉള്ളത് അതിൽ ചെയ്യാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. അതിനുശേഷം പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് നടുവിൽ കുഴി വരുന്ന പോലെ ഇതാക്കി കൊടുക്കുക. ഇപ്പോൾ സൈഡിൽ ഇങ്ങനെ വിട്ട് വന്നാലും കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് 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 ഇതിനേക്കാളും ഒരു ഇച്ചിരി കൂടി ഹൈറ്റ് ഉണ്ടാവും കേട്ടോ മുകളിലോട്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് തിക്കാവാനും പാടില്ല ക്രസ്റ്റ്. ഇതുപോലെ ആയിരിക്കണം കേട്ടോ. ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കാം. അതിനുശേഷം ഇത് 10 മിനിറ്റ് നേരമെങ്കിലും ഫ്രീസറിൽ വെക്കണം. അതിനുശേഷമാണ് നമുക്ക് ഇതിലോട്ട് എഗ്ഗ് ഒഴിക്കേണ്ടത് കേട്ടോ. ഇത് പുറത്തിരിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യണം അവൻ 210 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനിടാം അപ്പോഴേക്കിനും. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലോട്ടാണ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. ഒരിക്കലും പ്രീ ഹീറ്റ് ചെയ്യാത്ത അവനിൽ വെക്കരുത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടില്ല കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്തിരിക്കുന്ന നല്ല കട്ടിയുള്ള ഇതിലോട്ടാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. സോഫ്റ്റ് ആവാൻ പാടില്ല. അപ്പോഴും നന്നായിട്ട് അങ്ങ് വീർത്ത് വരില്ല, ലെയേഴ്സ് വരില്ല. അപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ ആ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഒന്ന് മധുരം ചെക്ക് ചെയ്യാൻ മറക്കരുതേ. നന്നായിട്ട് മിക്സ് ചെയ്യണം. താഴെ ഒന്നും അടിയിലൊന്നും അടിയാൻ പാടില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ മുഴുവനും നിറയ്ക്കാൻ പാടില്ല. 75% ഫില്ലാവുന്ന രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിൽ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം 210 ഡിഗ്രി സെൽഷ്യസിൽ കേട്ടോ. അപ്പം നമുക്ക് അവനിലോട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അതിലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും നമ്മുടെ എഗ്ഗൊക്കെ പുറത്തേക്ക് ഒഴുകി പോയാലും താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫോയിൽ പേപ്പർ വെച്ചിരിക്കുന്നത്. അലുമിനിയം ഫോയിൽ ഞാൻ ട്രേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടാർട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിന് മാത്രം ഇച്ചിരിയും കൂടെ ഒന്നാവാനുണ്ട്. ഇത് മാത്രം നമുക്ക് തിരിച്ച് ഒന്നും കൂടെ ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ബാക്കി 3 എണ്ണം ഇതും കൂടെ ഒന്നും കൂടെ ബേക്ക് ചെയ്യാൻ വെക്കാം. ബാക്കി 3 എണ്ണം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കഴിയുമ്പോൾ ഇത് താഴോട്ടങ്ങ് അമങ്ങും. ചൂടോടുകൂടി ഇരിക്കുമ്പോഴേ മേലോട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് ടാർട്ട്. അപ്പോൾ കുട്ടികളെ, നമ്മുടെ സ്വന്തം വളരെ രുചികരമായിട്ടുള്ള എഗ് ടാർട്ട് റെഡി ആയിട്ടുണ്ട്. നോക്കിയ ലെയേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ലെയേഴ്സ് അത്രയും ലെയേഴ്സ് ഉണ്ട്. ശരിക്കും നമ്മുടെ പപ്സിൻ്റെ പോലെ തന്നെ ലെയേഴ്സ് വന്നിട്ടുണ്ട്. ഇതാണ് സാധാരണ എഗ് ടാർട്ടും പോർച്ചുഗീസ് എഗ് ടാർട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ പോയി കഴിച്ച കടയിൽ ഉണ്ടാക്കുന്ന രീതിയൊന്നുമല്ല. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള വെർഷനാണിത്. അപ്പോൾ ഇതേപോലെ നല്ല ഗോൾഡൻ ക്രസ്റ്റ് ആയിരിക്കുന്ന സമയത്താണ് എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് കരിഞ്ഞു പോയതാണ്. കരിഞ്ഞു പോയതല്ല ഇത്. ആക്ച്വലി ഇത് നമ്മുടെ കാരമലൈസ്ഡ് ആയിട്ടുള്ള ഷുഗർ കാരമലൈസ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു കയ്പും ഉണ്ടാവില്ല. അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫെക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ട. ബാക്ക് സൈഡ് ഇങ്ങനെ ഫുൾ ലെയേഴ്സാണ്. ഞാൻ മുറിച്ച് കാണിച്ചത് ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം. അപ്പോൾ ഇതും കറക്റ്റ് ആയിട്ടുണ്ട്. എടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ തണുത്തതിന് ശേഷം മുറിച്ച് കാണിച്ചത്. ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ല. ഇതിലും വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. സെയിം പോലെ തന്നെയാണ്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ടാർട്ട് ഉണ്ടാക്കാൻ പറ്റും. സ്മോൾ ടാർട്ട്സ് ഇതുപോലെ ഇപ്പോൾ തന്നെ കാണിച്ച പോലെ തന്നെ എഗ് ടാർട്ട് പോലുള്ള എല്ലാതും. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുമ്പോൾ ഇത് മാത്രം വെച്ച് ബേക്ക് ചെയ്തതിന് ശേഷം മാത്രം ജാം എന്തെങ്കിലും ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സ്ട്രോബെറി ടാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സ്ട്രോബെറി ടാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം ജസ്റ്റ് നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് ബേക്ക് ചെയ്തതിന് ശേഷം മാത്രം സ്ട്രോബെറി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. സ്ട്രോബെറി ജാം തന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് 210 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് വീണ്ടും ബേക്ക് ചെയ്തെടുക്കാം. ഇതിന് സ്ട്രോബെറി ടാർട്ടിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ താഴത്തെ ഭാഗം നല്ല ഗോൾഡ് കളർ ആയിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഗോൾഡ് കളർ ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ.
നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടാവും. ഇപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയതായതുകൊണ്ട് ഇത്രയും ചെറുത് വന്നിരിക്കുന്നു കേട്ടോ. എന്നാലും സൂപ്പറാണ് മറ്റു വന്നിട്ടുണ്ട്. കണ്ടില്ലേ ലെയേഴ്സ് കണ്ടില്ലേ, ഫ്ലേക്സ് കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നേരത്തെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബ്രൗൺ ആക്കിയില്ല, ചെറിയൊരു കളർ ചേഞ്ച് വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജാം, സ്ട്രോബെറി ജാമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സ്ട്രോബെറി ടാർട്ട്. അപ്പം മുട്ട കഴിക്കാത്തവരും ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഏത് ജാം വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ക്യൂട്ടി ഒരുപാട് ജാം വേണ്ട. ഹോം മെയ്ഡ് ജാം ആകുമ്പോൾ സ്പെഷ്യൽ ടേസ്റ്റാണ്. കാണാൻ ലുക്ക് സ്ട്രോബെറിയാണ്, അല്ലെങ്കിൽ റാസ്ബെറി ഒക്കെ ചെയ്യാം. റെഡ് കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2 തരത്തിലുള്ള ടാർട്ടും റെഡി ആയിട്ടുണ്ട്. എഗ് ടാർട്ടും അതുപോലെ തന്നെ സ്ട്രോബെറി ടാർട്ടും രണ്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. ബാക്കി കുറച്ചും കൂടി ഉണ്ട് ഫ്രീസറിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബാക്കിയും കൂടി ഉണ്ടാക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.